ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം കനക്കുമ്പോൾ അസാമിൽ 462 മുസ്ലിം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച സർക്കാർ. BJP MLA പത്മ ഹസാരികയുടെ നേതൃത്വത്തിലാണ് ഭരണകൂടം ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. അസാമിൽ വോട്ടവകാശമുള്ള ഇവർ യഥാർത്ഥത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാണ് ഭരണകൂടം ഈ മുസ്ലിം കുടുംബങ്ങളോട് കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത്. അസാം സ്വദേശികളായ ഇവർ NRC പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അസാമിലെ ബിശ്വനാഥ ജില്ലയിലെ ചോട്ടിയ മണ്ഡലത്തിലാണ് സംഭവം. മുസ്ലിം കുടുംബങ്ങളുടെ വീടുകളും വാസസ്ഥലങ്ങളും ബലപ്രയോഗത്തിലൂടെ പൊളിച്ചു നീക്കുകയായിരുന്നു. ഡിസംബർ 22-നാണ് വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളുടെ വീടുകളാണ് തകർത്തത്. അസാമിൽ വോട്ടവകാശമുള്ള ഇവർ യഥാർത്ഥത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാണ് MLAയും ജില്ലാ ഭരണകൂടവും ഇവരെ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് 2 ക്യാമ്പുകളിലായി കഴിയുകയായിരുന്നു ഈ കുടുംബങ്ങൾ. ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന മുസ്ലിം കുടുംബങ്ങളുടെ മാത്രം വീടുകളാണ് ജില്ലാ ഭരണകൂടം പൊളിച്ചു കളഞ്ഞത്. മറ്റുള്ളവരെ അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. കൊടും തണുപ്പിൽ തലചായ്ക്കാൻ കൂരയില്ലാതെ വഴിയാധാരമായ കുടുംബങ്ങളെ അധികൃതരോ മാധ്യമങ്ങളോ തിരിഞ്ഞു നോക്കിയില്ല എന്ന് സ്ഥലം സന്ദർശിച്ച ജമായത്തെ ഇസ്ലാമി ഹിന്ദ് ദേശീയ സെക്രട്ടറി മുഹമ്മദ് അഹമ്മദ് സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു. 4.5 കിലോമീറ്റർ അകലെ താൽക്കാലിക ക്യാമ്പുകൾ ഉണ്ടാക്കി 426 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുകയാണ് അടിയന്തരമായി ചെയ്യാനുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസാമിൽ കഴിഞ്ഞ 10 ദിവസത്തോളമായി ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനാൽ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.